പ്രാദേശികമായും അല്ലാതെയും ധാരാളം ആചാരങ്ങളും ചടങ്ങുകളും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട്. പലതും കൗതുകകരവും ഭക്തിസാന്ദ്രവുമാണ്. ഇവയെ ചുറ്റിപ്പറ്റി വിശ്വാസങ്ങളോ ഐതിഹ്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അത്തരത്തിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴവട്ടം കൂടുമ്പോൾ, അതായത് 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ട്. ഭദ്രകാളി പ്രീതിക്കായി നടത്തുന്ന ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. ക്ഷേത്രത്തിന്റെ വടക്കേ വശത്ത് നെടുമ്പുര കെട്ടി 12 ദിവസം പഞ്ചവർണ്ണങ്ങളാൽ ദേവിയുടെ രൂപം വിവിധ ഭാവങ്ങളിൽ കളമെഴുതി പാട്ടും വിശേഷാൽ പൂജകളും നടത്തുന്നതാണ് പ്രധാന ചടങ്ങ്. ആദ്യ 4 ദിവസം 8 കൈകളുള്ള ദേവീരൂപമാണ് വരയ്ക്കുക. അടുത്ത 4 ദിവസം 16 കൈകളോടെയും പിന്നീട് 3 ദിവസം 32 കൈകളോടെയുമുള്ള രൂപം വരയ്ക്കുന്നു. അവസാന ദിവസം 64 കൈകളിൽ ആയുധങ്ങളുമായി വാഹനമായ വേതാളത്തിന്റെ പുറത്ത് എഴുന്നള്ളി വരുന്ന ദേവിയുടെ രൂപമാണ് കളത്തിലെഴുതുക. കളത്തിന്റെ വലതുഭാഗം ദേവചൈതന്യമായും ഇടതുഭാഗം അസുര ചൈതന്യമായും വിശ്വസിക്കപ്പെടുന്നു. മഹാവ്യാധികളിൽ നിന്നും വസൂരി പോലെയുള്ള രോഗങ്ങൾ വന്ന് ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും ഇത് ഇവിടുത്തെ ഭരണ അധികാരി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവീകോപമാണ് ഇതിന് കാരണമെന്നും അതിനാൽ കൊടുങ്ങല്ലൂരമ്മ ദേവിയെ ഭജിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാവരും കൂടെ 64 ദിവസം പോയി ഭജനമിരിക്കുകയും ഭജനം കാലം കൂടുന്ന ദിവസം ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി 12 വർഷത്തിലൊരിക്കൽ വൈക്കത്തിൻ്റെ വടക്കുവശത്ത് വന്ന് കളമെഴുത്തും പാട്ടും നടത്തിയാൽ ഇതിൻ്റെ ഈ രോഗങ്ങളും എല്ലാം ശമിക്കും എന്ന് അരുളി ചെയ്തു. ഇത്തവണ ആദ്യം മുതൽ തന്നെ ഭയങ്കര ആൾക്കാരുടെ പങ്കാളിത്തമാണ്. ഇന്നലെ തന്നെ ഏകദേശം ഒരു 10,000-ന് മേളിൽ തന്നെ ആളുകൾ പങ്കെടുത്തു. ഭയങ്കര നമുക്ക് കളം തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു തിരക്ക് അനുഭവിച്ചിട്ടു. ഒരു 9 മണി കളം പൂജ തുടങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ മേലാത്തത്രയും ജനത്തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും ഇതിനും മേലിൽ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 ദിവസങ്ങളിലും രാത്രി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള കൊച്ചാലഞ്ചൂട്ടിലെ സങ്കേതത്തിൽ നിന്ന് ദേവിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. ക്ഷേത്ര മതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളത്ത് ഘോഷയാത്ര പ്രദക്ഷിണത്തിനു ശേഷം ദേവിയെ കളത്തിൽ കൂടിയിരുത്തും. തുടർന്ന് പാട്ടും വിശേഷാൽ പൂജകളും നടത്തി കളം മായ്ക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങ് അവസാനിക്കുന്നു. പുതുശ്ശേരി കുറുപ്പന്മാരുടെ നേതൃത്വത്തിലാണ് കളം വരയ്ക്കൽ. അവസാന ദിവസം എഴുതുന്ന കളം കേരളത്തിൽ വരയ്ക്കപ്പെടുന്ന ദേവീരൂപങ്ങളിൽ ഏറ്റവും വലുതും അത്യപൂർവവുമാണ്. കൊച്ചാലഞ്ചോട്ടിൽ നിന്നുള്ള ദേവിയെ എതിരേറ്റ് കളത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് എതിരേൽപ്പ് എന്നറിയപ്പെടുന്നത്. എതിരേൽപ്പ് ചടങ്ങിന് മുൻ വർഷങ്ങളിൽ വിവിധ ജാതി വിഭാഗത്തിൽപ്പെട്ട കുത്തുവിളക്കെടുത്ത സ്ത്രീജനങ്ങളാണ് വിളക്കെടുത്തിരുന്നെങ്കിൽ ഈ വർഷം കൊടിയർച്ചന വടക്കുറത്തോട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ വിഭാഗം ആൾക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശ എതിരേൽപ്പ് എന്നുള്ള രീതിയിൽ ചടങ്ങുകൾ ഭംഗിയായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വൈക്കത്തെയും എല്ലാ വിഭാഗം ആൾക്കാരും കൂട്ടായ സഹകരണം ഇന്നലെ ആദ്യ ദിവസത്തെ എതിരേൽപ്പിന് തന്നെ ഉണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിലും ആ രീതിയിലുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിനാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. വടക്കുപുറത്ത് പാട്ടിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. വടക്കംകൂർ രാജാവിന്റെ ഭരണകാലത്ത് വസൂരി പടർന്നു പിടിച്ച് നാട്ടിൽ ധാരാളം പേർ മരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ വഴിതേടി രാജാവ് ജ്യോത്സ്യന്മാരെ സമീപിച്ചു. ചൊവ്വാഗ്രഹത്തിന്റെ പ്രതികൂല സ്വാധീനം മൂലമാണ് വസൂരി പടർന്നു പിടിച്ചതെന്നും പരിഹാരത്തിന് ഭദ്രകാളി പ്രീതി തേടണമെന്നും ജ്യോത്സ്യന്മാർ രാജാവിനെ ഉപദേശിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തി. 41 ദിവസത്തെ തുടർച്ചയായ ആരാധന. അവസാന ദിവസം രാജാവിന് സ്വപ്നത്തിൽ ഒരു ദിവ്യദർശനം ലഭിച്ചു. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി തന്റെ പ്രീതിക്ക് എന്താണ് വേണ്ടതെന്ന് രാജാവിനോട് പറഞ്ഞു. വൈക്കത്തെ ക്ഷേത്രത്തിന്റെ വടക്കേ മുറ്റത്ത് 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും ഗുരുതിയും നടത്തണം. ഇത് 12 വർഷം കൂടുമ്പോൾ ആവർത്തിക്കണം. ഇതായിരുന്നു ദേവിയുടെ നിർദ്ദേശം. അത് ശിരസാ വഹിച്ച് രാജാവ് വൈക്കത്തേക്ക് മടങ്ങി. നിർദ്ദേശിച്ചതുപോലെ വടക്കുപുറത്ത് പാട്ട് നടത്തിയെന്നും താമസിയാതെ പകർച്ചവ്യാധി ശമിച്ചുവെന്നുമാണ് കഥ.
സി മലയാളം ന്യൂസ് കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.